ബാംഗ്ലൂർ കോൺക്രീറ്റ് കൂടാരങ്ങളിൽ നഗരസാധ്യതകൾ നിറഞ്ഞാടുമ്പോഴും ഒരു വിപരീത സമസ്യ പോലെ ഇന്ത്യയുടെ ഉദ്യാന നഗരമാവാനും കഴിയുന്ന അദ്ഭുത പ്രതിഭാസം ബാംഗ്ലൂർ. ലോകത്തിലെ ഏതൊരിടവും എന്ന പോലെ ഇന്ന് ഈ നഗരവും മലയാളിക്ക് സ്വന്തമാണ്. അണ്ണാ 2 ടീ. നിങ്ങള് നാട്ടിലെവിടെയാ? ഇക്ക മലയാളിയാണോ? പിന്നല്ല. മലയാളിയുടെ ഈ നഗരത്തിലേക്കുള്ള പ്രവാസത്തിന്റെ തുടക്കം എന്നാണെന്ന് കൃത്യമായി പറയാൻ സാധ്യമല്ലെങ്കിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അത് ഒരൊഴുക്കായി മാറുന്നത്. പ്രവാസത്തിനെത്തുന്ന മണ്ണിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന മലയാളിയുടെ മാന്ത്രിക സിദ്ധിയിൽ ഇന്ന് ഈ നഗരം കേരളം പോലെ തന്നെ അവന് സ്വന്തമാണ്. ഇന്ന് ഈ നഗരത്തിന്റെ മുക്കിലും മൂലയിലും വരെ മലയാളിയുണ്ട്. ബാംഗ്ലൂർ മലയാളിയുടെ സ്നേഹത്തിനും നന്മയ്ക്കും കൂട്ടായി 1997-ൽ കേരള സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിൽ രൂപീകരിക്കപ്പെട്ടതാണ് KMCC എന്ന സംഘടന. ബാംഗ്ലൂർ നഗരത്തിന്റെ വന്യതയിലേക്ക് വന്നിറങ്ങുന്ന നിരാലംബരും നിസ്സഹായരുമായ മനുഷ്യരുടെ അരികിലേക്ക് സ്നേഹത്തിന്റെ നറുപുഞ്ചിരിയുമായി കടന്നെത്തുന്ന KMCC സന്നദ്ധ ഭടന്മാർക്ക് മുമ്പിൽ അവരുടെ ജാതി മത വർഗ വർണ്ണ പ്രാദേശിക വ്യത്യാസങ്ങൾ ഒരു വിലങ്ങ് തടിയാകാറില്ല എന്നതാണ് ഈ സംഘടനയെ ഹൃദയത്തിന്റെ ഭാഗമായി സ്വീകരിക്കാൻ ബാംഗ്ലൂർ മലയാളികളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ദീനാനുകമ്പയുടെ മറുവാക്കായി ബാംഗ്ലൂർ KMCCയെ വളർത്തിയ ഘടകങ്ങളിൽ ആതുര സേവന രംഗത്തെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അർഹരെന്ന് ബോധ്യപ്പെടുന്നവർക്ക് മുമ്പിൽ കനിവിന്റെ നിറപുഞ്ചിരിയുമായി KMCC പകർന്നാടുന്ന വേഷങ്ങൾ പലതാണ്. രോഗികൾക്ക് വിദഗ്ധ ചികിത്സാ സൗകര്യമൊരുക്കിയും ബന്ധുക്കൾക്ക് വേണ്ട താമസ ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കിയും കൂട്ടിരിക്കുന്ന KMCC പ്രവർത്തകർ അർഹരെന്ന് തിരിച്ചറിയുന്നവർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ ലഭ്യമാക്കാനും ശ്രദ്ധിക്കാറുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ പണിശാലയായി മാറുന്ന കേരളീയ പാരമ്പര്യാധിഷ്ഠിതമായ ഇഫ്താർ സംഗമങ്ങളും മറ്റനേകം റിലീഫ് പ്രവർത്തനങ്ങളും സജീവമായി ബാംഗ്ലൂർ KMCC നടത്തിവരുന്നു. അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, നഴ്സിംഗ് വിദ്യാഭ്യാസം എന്നിവ നൽകുന്നതിനോടൊപ്പം മുന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉപരിപഠനം എന്നിങ്ങനെ KMCC വിദ്യാഭ്യാസ മേഖലയ്ക്ക് ചെയ്യുന്ന സേവനം വർത്തമാനകാലത്ത് പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ ബാംഗ്ലൂർ KMCC 5000-ഓളം മെമ്പർമാരുള്ള 22 യൂണിറ്റുകളുള്ള ഒരു സംഘടനയാണ്. ബാംഗ്ലൂർ KMCCയുടെ പ്രവർത്തന മേഖല ആതുര സേവന ശുശ്രൂഷകളും വിദ്യാഭ്യാസ സ്കോളർഷിപ്പും, ചെറുകിട കച്ചവടക്കാർക്ക് ധനസഹായവും, അപകടങ്ങൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ മരണം തന്നെ സംഭവിച്ചാൽ അവിടെ ഓടിയെത്തി അതിനു വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകി നാട്ടിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുകയും അതിനു വേണ്ടുന്ന ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് KMCC. പ്രധാനമായും ഞങ്ങൾ മുന്നിൽ കാണുന്നത് നിംഹാൻസ്, കിഡ്വായി ക്യാൻസർ സെന്റർ, ജയദേവ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, സഞ്ജയ് ഗാന്ധി ഹോസ്പിറ്റൽ, രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ, സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് തുടങ്ങിയ പ്രശസ്തമായ ആശുപത്രികളിലേക്ക് വരുന്ന പാവങ്ങൾക്ക് സഹായമാവുക എന്നതാണ്. ദൈവകരങ്ങളിൽ അഭയം തേടിയെത്തുമ്പോൾ അവർക്ക് കൈത്താങ്ങായി നിൽക്കുന്ന ബാംഗ്ലൂർ KMCC പ്രവർത്തകർ ചിലപ്പോഴെല്ലാം അതിനപ്പുറവും സഹായമാവുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ബാംഗ്ലൂർ നഗരത്തിൽ വെച്ച് അവരിൽ ചിലർ ദൈവസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ അവസാന യാത്രയിലേക്ക് അവരെ ഒരുക്കി അയക്കാൻ ശാന്തിനഗറിലെ ഹനഫി മസ്ജിദ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ മയ്യത്ത് പരിപാലനത്തിനും ആവശ്യമെങ്കിൽ ഇവിടെ തന്നെ ഖബറടക്ക് സൗകര്യമൊരുക്കാനും ബന്ധുക്കൾക്ക് ആശ്വാസം പകർന്ന് KMCC പ്രവർത്തകർ ഒപ്പം നിൽക്കുന്നു. മറ്റു മതങ്ങളിലെ സഹോദരങ്ങളാണെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അന്ത്യകർമ്മങ്ങൾ നടപ്പാക്കാനും KMCC ശ്രദ്ധ കൊടുക്കുന്നു.
ഈ പ്രവർത്തനങ്ങളിലെല്ലാം KMCCക്ക് സഹായമായി ബസവരാജ് MLA സംഭാവന നൽകിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ആംബുലൻസ് ബാംഗ്ലൂർ നഗരത്തിന് സുപരിചിതമാണ്. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർക്ക് സഹായമാകുമ്പോഴും ആശ്രയമേകുമ്പോഴും ബാംഗ്ലൂർ KMCC നേരിടുന്ന പരിമിതികളിലൊന്ന് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസും ഗസ്റ്റ് ഹൌസുമാണ്. വെളിച്ചമില്ലാത്ത ആകാശത്ത് തെളിഞ്ഞെത്തുന്ന ചന്ദ്രിക പോലെ മലയാളി ജീവിതത്തിന്റെ ഭാഗമായി നിന്നൊരാൾ, എന്നും തുറന്നിട്ട തറവാട് വീടിന്റെ കവാടങ്ങൾക്കപ്പുറം ഹൃദയവാതിലുകൾ തുറന്നിട്ട് ജീവിച്ച മനുഷ്യസ്നേഹിയായൊരു മനുഷ്യൻ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് സ്മാരകം തീർത്ത് കാലയവനികൾക്കപ്പുറത്തേക്ക് നടന്നു പോയിട്ടും മലയാളിയുടെ സ്നേഹസ്മരണയിൽ മരിക്കാത്ത ഓർമ്മകളുമായി ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ. ആ ഓർമ്മകളുടെ കൈപിടിച്ച് ബാംഗ്ലൂർ KMCC ഒരു സ്വപ്നം കണ്ടു. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തണല് തീർക്കാൻ ഒരിടം. മാനുഷികതയുടെ ആ സ്വപ്നത്തിന്റെ പേരാണ് ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മുഖ്യ രക്ഷാധികാരിയായി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇ അഹമ്മദ് സാഹിബ്, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, AT മുഹമ്മദ് ബഷീർ, KPA മജീദ് തുടങ്ങിയവർ രക്ഷാധികാരികളുമായി രൂപീകരിക്കപ്പെട്ട 11 അംഗ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി MK നൌഷാദുമാണ്. ബാംഗ്ലൂർ KMCCയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരുപാട് വർഷമായി വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നിറസാന്നിധ്യമായി നിൽക്കുകയാണ്. ബാംഗ്ലൂരിലെ പാവപ്പെട്ടവരായ ആലംബഹീനരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി എന്നും ആത്മാർത്ഥമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ ആതുര സേവന രംഗം ഏറെ പ്രസിദ്ധമാണ്. ബാംഗ്ലൂർ KMCCയെ സംബന്ധിച്ചിടത്തോളം KMCC കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ മതജാതി ഭേദമന്യേ എല്ലാവരെയും മാനുഷികമായ പരിഗണന കൊടുത്തുകൊണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിന്റെ ഒരു വലിയ മുന്നോടിയായിക്കൊണ്ട് ഇന്ന് ഞങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി തുടങ്ങാൻ പോവുകയാണ്. ഇത് എല്ലാവരും നെഞ്ചോട് ഏറ്റെടുക്കുകയും ഇത് വിജയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തിയും സന്തോഷവും തോന്നുന്ന ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കുവാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക കൂടി ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ സംഗ്രഹിക്കുന്നു. ഓഫീസും കോൺഫറൻസ് ഹാളും താമസ ഭക്ഷണ സൗകര്യങ്ങളും പ്രാർത്ഥനാ ഹാളും എല്ലാമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഏകദേശം 7 കോടി രൂപ ചെലവിൽ ബാംഗ്ലൂർ നിംഹാൻസ് ഹോസ്പിറ്റലിന് സമീപത്തായി ഉയരാൻ പോകുന്ന ബാംഗ്ലൂർ KMCCയുടെ സ്വപ്ന കേന്ദ്രത്തിന് മനുഷ്യത്വത്തിന്റെ മഹാഗാഥകൾ പാടിക്കടന്നുപോയ ആ മനുഷ്യസ്നേഹിയുടെ പേരല്ലാതെ മറ്റെന്താണ് നൽകാനാവുക? പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ, അങ്ങ് നടന്ന നന്മയുടെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ വഴികളിൽ അങ്ങയുടെ പേരിന്റെ തണൽ പറ്റി ഞങ്ങൾ നടന്നു തുടങ്ങുകയാണ്. ഇനി ഈ ബാംഗ്ലൂർ നഗരത്തിൽ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ, അവന്റെ സങ്കടങ്ങളിൽ കൂട്ടായി ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റിയും ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ നയിക്കുന്നത് അങ്ങെപ്പോഴും പറയാറുള്ള ആ പ്രവാചക വചനമാണ്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, സ്വർഗസ്ഥൻ നിങ്ങളോട് കരുണ കാണിക്കും.